അപ്പൊ ഇതാണ് യമഹയുടെ XSR 155. അപ്പൊ ഈ വണ്ടി കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറക്കിയാണ്. അപ്പൊ ഒരു 100-200 കിലോമീറ്റർ കവർ ചെയ്തിട്ട് പിന്നെ ലോങ് റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, കംഫർട്ടബിൾ ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാനിപ്പോ പോകുന്നത് നേരം മൈസൂരേക്കാണ്. അപ്പൊ ഒരു 200-220 കിലോമീറ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ലോങ് റൈഡിന് ഈ വണ്ടി കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാല്, ഞാൻ അത്യാവശ്യം നീളമുള്ള ഒരാളാണ്. എനിക്ക് കുറച്ചൊന്ന് സിറ്റിംഗ് പൊസിഷൻ കുറച്ചൊന്ന് കുനിഞ്ഞിരിക്കേണ്ടി വരുന്നതുകൊണ്ട് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നീളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. ചെറിയൊരു നോർമൽ ഹൈറ്റിലുള്ള ആൾക്കാർക്ക് ഇത് ലോങ് റൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെയിറ്റ് കുറവാണ് ഈ വണ്ടി, ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സിറ്റിയിലായാലും അല്ലാതായാലും നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ലോങ് റൈഡ് അങ്ങനെ കംഫർട്ട് കുറവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ പില്ലിയൺ റൈഡിൻ്റെ കാര്യമാണ്. പില്ലിയൺ റൈഡ് എനിക്ക് തോന്നുന്നില്ല പില്ലിയൺ ഇരുത്തിക്കൊണ്ട് ഇതിൽ ലോങ് റൈഡ് പോകാൻ പറ്റുന്നില്ല കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ഇതുപോലെയുള്ള റോഡിലെല്ലാം പോകുമ്പോൾ അത്യാവശ്യം നല്ലോണം നമുക്ക് അറിയുന്നുണ്ട്. വണ്ടി നല്ല കുലുക്കമല്ല, നമുക്ക് ആ റോഡിൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് നമ്മളെ കയ്യിലേക്ക് ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് പോലും കഴിയാത്ത ഈ ഒരു വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം കറക്റ്റ് ആക്യുറേസ് ആയിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് ഈ ഒരു ലോങ് റൈഡിൽ എനിക്ക് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 32 to 33 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത്.